ഹലോ മച്ചന്മാരെ, ഞാനിന്നൊരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാൻ പോണത് കംബോഡിയയിലെ സ്കാമിനെ കുറിച്ചാണെന്ന് പറയാൻ പോണത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ആൾക്കാർ സൂക്ഷിക്കുക. നമ്മൾ ഏജൻസി വഴിയാണ് ഇത് പോണത്. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഹ്യൂമൻ ട്രാഫിക്കിന് അതിനെ പറയാം, ആൾക്കടത്ത്. അവിടെ കൊണ്ടുപോയി നമ്മളെ ഒരു സ്ലേവ് ആക്കി മാറ്റിയിട്ട്, മീൻസ് മാറ്റി പറഞ്ഞാൽ നമുക്ക് റൂം ഫുഡൊക്കെ നമുക്ക് അവർക്ക് പറയും. നമുക്കൊരു കേൾക്കുമ്പോൾ തന്നെ ഇത്രയും അടിപൊളിയായിട്ടൊരു ലൈഫ് സ്റ്റൈലൊക്കെ കിട്ടുമ്പോഴാണ് ആൾക്കാർ പോകുന്നത്. ഏകദേശം ഇപ്പോൾ ഫ്ലാറ്റിൽ നമ്മുടെ താമസം, അതുപോലെ നമുക്ക് എല്ലാ വേണ്ട സാധനങ്ങളും കിട്ടും. ഒരു ഒരു $800 വെച്ചിട്ടാണ് അവർ സാലറി പറയുന്നത്. അതുപോലെ 12 മണിക്കൂർ വർക്ക്, ഇതൊക്കെയാണ് പറയുന്നത്. നമ്മളൊരു ഫ്ലാറ്റിലായിരിക്കും, ഒരു എന്താ പറയുക, ഒരു വലിയൊരു ക്യാമ്പ് പോലത്തെ ഒരു ഫ്ലാറ്റ്. അപ്പോൾ അവിടെ ആയിരിക്കും നമ്മളെ കൊണ്ടുപോകുന്നത്. ഇവിടെ നിന്ന് നമ്മൾ ഒരു ഏജൻസിൻ്റെ അടുത്ത് അവർ ബന്ധപ്പെടും. നമുക്ക് ഇതുപോലെ ആൾക്കാർ വേണം വർക്ക് ചെയ്യാൻ പറയും. എന്നിട്ട് ഈ ഏജൻസിക്ക് അവർ ഒരുപാട് പൈസ കൊടുക്കും. ഒരു 2 ലക്ഷം 3 ലക്ഷം വെച്ചിട്ടാണ് കൊടുക്കുന്നത്. നമ്മുടെ അടുത്ത് അവർ പറയും, നിങ്ങൾക്ക് അത്രയൊന്നും പൈസ എടുക്കുന്നുണ്ട്, ഒരു 10,000-20,000 രൂപ മതി, ഇവിടുന്ന് ഫ്ലൈറ്റ് ടിക്കറ്റ് മാത്രം എടുത്താൽ മതി എന്നൊക്കെയാണ് പറഞ്ഞിട്ടാണ് പോകണം. കാരണം പറഞ്ഞാൽ അത് ആൾക്കടത്താണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം ആൾക്കാർ സൂക്ഷിക്കുക. കാരണം പറഞ്ഞാൽ കംബോഡിയ, മ്യാൻമാർ, ലാവോസ്, അതുപോലെ തായ്ലൻഡ്, ബാങ്കോക്ക്, പിന്നെ വന്നിട്ട് അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഇത് നടക്കുന്നത്. കൂടുതൽ നടക്കുന്നത് കംബോഡിയയിലാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. കാരണം പറഞ്ഞാൽ അതൊരു വികസനം ഇല്ലാത്ത ഒരു പ്ലേസാണ്. അപ്പോൾ അവിടെ ചൈന ആൾക്കാരെ വന്നിട്ട് കമ്പനികൾ പോലെ ഇട്ടിട്ട് അവിടെ നമ്മൾ ഈ മാക്സിമം ഒരു കേരളത്തിൽ നിന്ന്, കേരളമല്ല, നമ്മളെ ഇന്ത്യയിൽ നിന്നാണ് ആൾക്കാർ കൂടുതൽ എടുക്കാറുള്ളത്. കാരണം പറഞ്ഞാൽ ഇന്ത്യനെ ടാർഗറ്റ് വെച്ചിട്ട് ആണ് അവർ ചെയ്യാറുള്ളത്. അവരെന്താ ചെയ്യുന്നത് പറഞ്ഞാൽ മണി മേക്കിംഗ് ആണ്. മണി മേക്കിംഗ് എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മൾ ഈ പൈസ ഉണ്ടാക്കുന്നത് ഒരു വിധം പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ ആപ്പുകളും, അതുപോലെ നമ്മൾ കുറേ ആപ്പ് ഉണ്ടാവില്ല. ഇപ്പോൾ എന്താ പറയുക, ചീട്ടുകളിൻ്റെ ആപ്പ്, അതുപോലെ ഗെയിമിൻ്റെ ആപ്പ്, അതുപോലെ ഈ ആപ്പുകളൊക്കെ നമുക്ക് ലിങ്കായി അയച്ച് നമ്മളെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കൽ. ആ ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കുന്ന ആൾ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പോയ ആൾക്കാർ തന്നെയായിരിക്കും കൂടുതൽ. അവരെ വന്നിട്ട് ഫോഴ്സ് ചെയ്ത് അവർ അതുപോലെ ചെയ്യില്ല എന്നൊക്കെ പറയുമ്പോൾ അവരെ വന്നിട്ട് ഇലക്ട്രിക് ഷോക്ക് കൊടുക്കുക, അതുപോലെ ബേസ്ബോളിൻ്റെ ബാറ്റ് വെച്ച് അടിക്കുക, അതുപോലെ അവർക്ക് ഫുഡ് കൊടുക്കാതിരിക്കുക, അതുപോലെ ഇരുട്ട് റൂമിലിടുക. ഇതാണ് അവർക്ക് ടാർഗറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ഇതാണ് അവിടെ നടന്നത്. കാരണം പറഞ്ഞാൽ കുറേ ആൾക്കാർക്ക് ഇവിടെ നിന്ന് ജോബ് എന്ന് പറഞ്ഞിട്ട് പോകും. പക്ഷെ അവിടെ പോയി അവർക്ക് ടൈപ്പ് ചെയ്യാനും അതുപോലെ ഇംഗ്ലീഷിലും ഫ്ലുവൻസി ഒക്കെ കമ്മിയായതുകൊണ്ട് ആൾക്കാരെ ക്യാച്ച് ചെയ്യാനും അത്ര എളുപ്പമല്ല. എന്ന് പറയുമ്പോൾ ഇവരിനൊക്കെ അതുപോലെ ഇങ്ങനെ ഫുഡ് കൊടുക്കാതിരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം ആൾക്കാർ സൂക്ഷിക്കുക, കംബോഡിയയിൽ പോകുന്ന ആൾക്കാർ സൂക്ഷിക്കുക. കൂടുതലും അങ്ങനത്തെ ജോബ്സാണ് വരാറുള്ളത്. കാരണം അവിടെ ജോബിന് എടുക്കുക പറഞ്ഞാൽ അവിടെ വികസനമൊന്നും ഇല്ല. അപ്പോൾ മാക്സിമം ഇങ്ങനത്തെ ജോബ് വഴി, ഇപ്പോൾ ഡാറ്റ എൻട്രി ജോബ്, അതുപോലെ ഡാറ്റ ഓപ്പറേഷൻ, അതുപോലെ ടൈപ്പിംഗ് ജോബ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് അവർ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത്. പക്ഷെ അവിടെ ഹ്യൂമൻ ട്രാഫിക്കിങ് നടക്കുന്നത് സ്ലേവ്സിനെ പോലെയൊക്കെ ചൈന കമ്പനികളാണ്. കാരണം അവിടെ കാസിനോകൾ നിറയെ ഓടുന്നുണ്ട് സംഭവം. അപ്പോൾ കാസിനോ സ്റ്റോപ്പ് ചെയ്യാണ്ട് ഈ ഒരു സ്കാം നമുക്ക് നിർത്താൻ പറ്റില്ല. അപ്പോൾ ഈ കാസിനോയുടെ ബാക്കിൽ വെച്ചിട്ടാണ് ഈ കാര്യം ചെയ്യുന്നത്. കാരണം പറഞ്ഞു വെച്ചാൽ അവർ നമ്മളെ സ്വാധീനിച്ച് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളും, അതുപോലെ ഗേൾസിനെ വെച്ചും, അതുപോലെ നമുക്ക് എന്ത് വേണമെങ്കിലും നമ്മുടെ വീക്ക്നെസ് അറിഞ്ഞ് നമുക്ക് ചെയ്ത് തരുമ്പോൾ നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യുക. നമ്മൾ ഇന്ത്യക്കാരെ പൈസ ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കും. കൂടുതൽ ഇന്ത്യനെ അവർ ടാർഗറ്റ് ചെയ്യണം. ഇന്ത്യക്കാരനെ തന്നെ ചൈനക്കാർ ഇന്ത്യക്കാരനെ എടുക്കും. അവിടെ നിന്ന് അവർ സ്ലേവ്സാക്കി മാറ്റി നമ്മളെ തന്നെ ടാർഗറ്റ് ചെയ്യിപ്പിച്ചിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം ആൾക്കാർ സൂക്ഷിക്കുക. കാര്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ കംബോഡിയ എന്നൊക്കെ പറയുമ്പോൾ കേൾക്കുമ്പോൾ ചെറിയ രാജ്യം, അവിടെ വികസനം ഇല്ല പറഞ്ഞിട്ട് ആൾക്കാർ പോകുന്നുണ്ട്. പക്ഷെ കുറേ പേര് മാക്സിമം നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവണം, നമുക്ക് കുറച്ച് ക്യാഷ് ഉണ്ടാക്കണം എന്ന രീതിയിലാണ് പോകുന്നത്. പക്ഷെ അവിടെ പോയി ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ലെങ്കിലും അവർക്ക് തരുന്ന പണിഷ്മെൻറ്റ് നമ്മൾ ചെയ്യാനായിരുന്നു. അതുപോലെ ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് പോകണം പറയണം, എനിക്ക് ഇത് ജോലി ഇഷ്ടപ്പെട്ടില്ല, പെട്ടെന്ന് പോകണം പറയുമ്പോൾ അവർ പറയും, ഞങ്ങളെ മേടിച്ചത് ഇത്ര രൂപ കൊടുത്തിട്ട് മേടിച്ചു, ആ പൈസ തന്നാൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ എന്ന് പറയും. ആ സമയത്ത് നമ്മൾ ഏജൻസിനെ ഇപ്പോൾ അവരിനെ വിളിക്കുമ്പോൾ അവർക്ക് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. അവർ ഫോൺ കട്ട് ചെയ്തിട്ട് പോകും. കാരണം പറഞ്ഞാൽ അവർ ഒരിക്കലും നമ്മുടെ ഇന്ത്യൻ്റെ ഫോൺ നമ്പർ വെച്ചിട്ട് അവർ ചെയ്യില്ല. മൈഗ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ള ആൾക്കാർ വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയി മൈഗ്രേഷൻ ചെയ്ത് അവിടുത്തെ ഫോൺ നമ്പറും അവിടുത്തെ ചെയ്ത ശേഷമാണ് അവർ നമ്മളെ ഓൺലൈൻ വഴി ബന്ധപ്പെട്ട് ഈ ജോബിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളെ വിശ്വസിപ്പിച്ച് നമ്മൾ ടിക്കറ്റ് മാത്രം എടുത്താൽ മതി പറയുമ്പോൾ എല്ലാവരും ഓക്കെ എന്ന് തന്നെ പറയുള്ളൂ. അപ്പം അങ്ങനെ പോയിട്ടാണ് കൂടുതൽ ആൾക്കാർ പെടുന്നത് ഈ സ്ഥലത്ത് വിട്ട്. കാരണം പറഞ്ഞാൽ ഏകദേശം നമ്മുടെ ഇന്ത്യയിൽ തന്നെ 500 കോടിയാണ് ഒരു വർഷത്തെ, ഒരു 6 മാസം 7 മാസത്തിൻ്റെ കണക്കിൽ 500 കോടിയൊക്കെയാണ് അടിക്കുന്നത്. കാരണം പറഞ്ഞാൽ അത് നമ്മുടെ ഇതില്ലേ
ക്രിപ്റ്റോ കറൻസി, അതുപോലെ ക്രിപ്റ്റോ മൈനിങ്, അതിലൊക്കെ നമ്മളെ ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കലാണ് ഇവരുടെ പണി. അപ്പോൾ ഇത് ആന്ധ്രയിലും അവിടെയുള്ള സ്ഥലത്തൊക്കെ കുറച്ചൊരു 10-150 പേരിനെ അവൻ്റെ പോലീസ് ഒരു ഓപ്പറേഷൻ എന്തോ വെച്ചിട്ട് അവിടെ പോയി പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ റീസെൻ്റായിട്ട് 1 വീക്കായി 2 വീക്കായിട്ടുള്ളൂ. നിങ്ങൾക്ക് നോക്കി സെർച്ച് ചെയ്താൽ മനസ്സിലാവും. അപ്പോൾ അവരെ ഭയങ്കരമായിട്ട് ഇപ്പോൾ ഉപദ്രവമൊക്കെ ചെയ്ത്, കാരണം പറഞ്ഞാൽ ചിലർക്കൊന്നും അവിടുത്തെ ആൾക്കാർക്ക് ടൈപ്പ് ചെയ്യാൻ ഇംഗ്ലീഷിൽ ഒരു ഫ്ലുവൻസി ഇല്ല പറഞ്ഞാൽ ബാക്കിയുള്ളവരെ ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. ബാക്കിയുള്ളവരെ ക്യാച്ച് ചെയ്ത് പൈസ ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കണം, അതാണ് അവരുടെ ടാർഗറ്റ്. ഇത്ര ലക്ഷം, ഇപ്പോൾ ഇത്ര ടാർഗറ്റിന് ഒരു 50 ലക്ഷം 60 ലക്ഷം, ആ ടാർഗറ്റ് നമ്മൾ അച്ചീവ് ചെയ്യിപ്പിച്ചില്ല പറഞ്ഞാൽ നമുക്കത് പ്രശ്നമായിട്ട് മാറും. ഇവർ തന്നെയാണ് ഈ കമ്പനികളിലുള്ള ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് നമ്മുടെ ഓർഗാൻസിനെയൊക്കെ അടിച്ചിട്ട് നമ്മൾ വിൽക്കുന്ന അങ്ങനെയുള്ള ടൈപ്പ് ആൾക്കാരൊക്കെയാണ് ഇവർ. തമിഴ്നാട്ടിൽ നിന്നും അതുപോലെ നോർത്തിൽ നിന്നൊക്കെ ഒരുപാട്, കേരളത്തിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ അവിടെ പെട്ടെടുക്കുന്നുണ്ട്, ഏകദേശം ഒരു 5000 പേര്. അപ്പോൾ ഇത് നിങ്ങളെല്ലാവർക്കും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം. ഒരു അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. എനിക്ക് ജസ്റ്റ് നമ്മൾ ഈ എല്ലാ ന്യൂസുകളും കാണുന്ന രീതിയിൽ നമ്മൾ ഈ നോർത്ത് ഇന്ത്യയിലെ ന്യൂസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ CNN അതുപോലെ അങ്ങനെ കുറച്ച് ന്യൂസുകളിൽ നമുക്ക് വന്ന ശേഷം ആണ് നമ്മുടെ കേരളത്തിലെയും ആൾക്കാർ ഏകദേശം പോയിട്ടുണ്ടാവാൻ വഴിയുണ്ട്. അപ്പോൾ അവരെയൊക്കെ പോയ ആൾക്കാരൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ പേരൻസ് ഒന്ന് അവയർനെസ് ആയി ഇരിക്കാൻ, അതുപോലെ ഇനി പോകുന്നവർ ഈ കാര്യത്തെപ്പറ്റി ഒരു ഐഡിയ വേണം. പോകുമ്പോൾ നമ്മൾ ചോദിക്കണം അവരോട്, നമ്മൾ വേറെ ഒന്നും ചോദിക്കണം, നിങ്ങൾ അവൻ്റെ ഐഡൻറ്റി കാർഡ് ചോദിക്കുക, പിന്നെ ഏത് വിസയിലാണ് പോകണമെന്ന് ചോദിക്കുക. നമ്മൾ ഈ ബിസിനസ് വിസയിലായിട്ടാണ് അവർ മാക്സിമം കൊണ്ടുപോകാറുള്ളതെന്നാണ് തോന്നുന്നത്. കാരണം ടൂറിസ്റ്റ് കൊണ്ടുപോയിട്ട് ബിസിനസ് ആക്കി മാറ്റുന്ന ഒരു രീതിയാണെന്നാണ് തോന്നുന്നത്. അല്ലാതെ എംപ്ലോയ്മെൻറ്റ് വിസ കാരണം പറഞ്ഞാൽ അവിടുത്തെ ഗവൺമെൻറ് എംപ്ലോയ്മെൻറ്റ് വിസ ഇതിനങ്ങനെ കൊടുക്കാൻ പറ്റില്ല. എംപ്ലോയ്മെൻറ്റ് വിസ ഇതിനില്ല. അപ്പോൾ ഈ എംപ്ലോയ്മെൻറ്റ് വിസയ്ക്കല്ല അവർ പോയിട്ടുള്ളൂ. നമ്മൾ ടൂറിസ്റ്റ് വിസയിൽ പോയിട്ട് അവർ ബിസിനസ് വിസ സംതിങ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയായിരിക്കും. കാരണം പറഞ്ഞാൽ എംപ്ലോയ്മെൻറ്റ് വിസ നമ്മൾ എങ്ങനെ അന്വേഷിച്ചിട്ടും എംപ്ലോയ്മെൻറ്റ് വിസ അവർ ഒരു രാജ്യത്തെ എംപ്ലോയ്മെൻറ്റ്, ഇപ്പോൾ കംബോഡിയയിൽ തന്നെ ഇപ്പോൾ എംപ്ലോയ്മെൻറ്റ് വിസ കിട്ടുകയാണെങ്കിൽ അതിനെ കുറച്ച് നമുക്ക് വിസ കാണുമല്ലോ. അപ്പോൾ നമ്മൾ ആ വിസിനെ കുറിച്ചിട്ട് നമ്മൾ നോക്കും. നമ്മൾ ഇത്ര വർഷത്തെ വർക്ക് പെർമിറ്റ് 2 വർഷം അങ്ങനെയൊക്കെയാണ് പറഞ്ഞാൽ ഓക്കെയാണ്. പക്ഷേ അതല്ലാതെ നമുക്ക് ടൂറിസ്റ്റ് വിസ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ട് മാറ്റുക എന്നൊക്കെ പറയുകയാണെങ്കിൽ ദയവ് ചെയ്ത് ആരും പോകരുത്. അപ്പോൾ എല്ലാവരും സൂക്ഷിച്ച് പെരുമാറാം. ഞാനിത് നമ്മുടെ നോർത്തിൽ നടക്കുന്നുണ്ട്, നമ്മുടെ ഇവിടെ നടക്കില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഇവിടുത്തെ ആൾക്കാരും ഏകദേശം ഉണ്ടാവും. പക്ഷേ ഇതിനെക്കുറിച്ച് ഒരു അവയർനെസ് കൊടുക്കാൻ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ കുറേ പേർക്ക് എത്തും. അപ്പോൾ അതൊരു ഹെൽപ്ഫുള്ളായിട്ട് മാറും. അല്ലാതെ നമ്മൾ ഈ വീഡിയോ കുറച്ച് കണ്ട് ഒരു കാര്യമില്ലാത്ത രീതിയിൽ എടുക്കരുത്. മാക്സിമം ഷെയർ ചെയ്യുക, എന്നാൽ മാത്രമേ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പോകുന്ന സ്ഥലത്തേക്കൊക്കെ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾക്ക് പോകുമ്പോഴൊക്കെ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യും. കാരണം മലയാളി ചെറിയൊരു സ്ഥലമല്ലേ. പക്ഷേ നോർത്ത് ഏരിയസിൽ കുറേ പേര് ഇത് ഇങ്ങനെ പെട്ടെടുക്കും. ഏകദേശം 500 കോടിയൊക്കെയാണ് ഒരു 6 മാസത്തിൽ അടിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ അവയർനെസ് ആയിരിക്കും. അതിനൊരു ക്യാമ്പാണ്, അവിടെ നമുക്ക് എല്ലാം തരും, ഫെസിലിറ്റീസ് എല്ലാം ഉണ്ടാവുമെന്ന് വിചാരിച്ച് കൊണ്ടുപോവാണ്. അവിടെ കൊണ്ടുപോയി ട്രാപ്പാണ് ഇഷ്ടക്കണക്കിന് വരുന്നുണ്ട്. അപ്പോൾ മാക്സിമം ഇത് ഷെയർ ചെയ്യാം. ബൈ. ഇത് മാക്സിമം ചൈന കമ്പനികളാണ് ചെയ്യുന്നത്. ചൈനയാണ് ആസ്ഥാനമാക്കി. ചൈനൻ്റെ ഒരു കാസിനോ അവിടെ ഉണ്ടാവും. ആ കാസിനോയുടെ ബാക്കിൽ നടക്കുന്ന പരിപാടിയാണ്. അവർക്കും അത് നിർത്താൻ പറ്റില്ല. കംബോഡിയയിലുള്ള ആൾക്കാർക്ക് നിർത്താൻ പറ്റില്ല. കാരണം കംബോഡിയയിൽ കാസിനോ ഉണ്ട്, ലീഗലാണ് കാസിനോ. അപ്പോൾ ലീഗലാകുമ്പോൾ എന്താവും, അതിൻ്റെ ബാക്കിൽ ഇത് എന്തായാലും ഉണ്ടാവുമല്ലോ. നമ്മുടെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ചീട്ടുകളി, അതിപ്പോൾ നമ്മുടെ അവിടെ കളിക്കാൻ പറ്റില്ല എന്നാണ്. പക്ഷെ അവൻ്റെ അവിടെ അത് ലീഗലാണ്. അപ്പോൾ അതൊരു മീൻസ് ബാറ്, ഹോട്ടല് അങ്ങനെ അത് നടത്തുമ്പോൾ ചീട്ടുകളി പറഞ്ഞാൽ അത് ഒരു ഫ്രോഡാണല്ലോ, ഫ്രോഡ് കളിയാണല്ലോ, പറ്റിക്കലാണല്ലോ. അങ്ങോട്ട് വിളിച്ചപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ പറ്റിക്കായിരിക്കും. ക്യാഷിൻ്റെ പരിപാടിയാണ്. അപ്പോൾ ഇത് കംബോഡിയയിലുള്ള രാജ്യത്ത് നിർത്താൻ പറ്റില്ല. ഒന്നാമത് കാസിനോ നിർത്തണം, എന്നാലേ ഈ പരിപാടി നിർത്താൻ പറ്റുള്ളൂ. കാസിനുള്ളതുകൊണ്ട് എന്തായാലും ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ മാക്സിമം ഇതുവരെ നമ്മുടെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഈ കേസ്, കാരണം പറഞ്ഞാൽ ഒരു 2 വർഷം മുമ്പാണ് യൂട്യൂബിൽ കണ്ടാൽ 2 വർഷം മുമ്പാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഒരാൾ പോയിട്ട്. അപ്പോൾ കുറേ പേര് അതിൽ പെട്ടെടുക്കേണ്ടതാണ് എൻ്റെ ഒരു ഊഹം. അപ്പോൾ മാക്സിമം ഹെൽപ്പ് ചെയ്യൂ. ബൈ.